ഗൈസ് ഇപ്പം നമ്മൾ നേരെ പോണ് വയനാടാണ്. അവിടെ വൈബുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം. ഒറ്റൊരു ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ. വയനാട് പോണ ബൈക്കിൽ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള നാരങ്ങത്തോട് വാട്ടർഫാൾ ചാടി കുളിച്ചിട്ട് നമ്മൾ പോകണുള്ളൂ കേട്ടോ നേരെ വയനാട്ടിൽ. നമുക്ക് ഇവിടുന്ന് 65 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് നാരങ്ങത്തോട് വാട്ടർഫാൾ എത്തണമെന്നുണ്ടെങ്കിൽ. റൂട്ടും തെറ്റാതെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് അവിടെ എത്താം. നമുക്ക് എന്തായാലും നേരെ പോകാം നാരങ്ങത്തോട്. ഏകദേശം നാരങ്ങത്തോട് വാട്ടർഫാൾ എത്താനായിട്ട് നമ്മൾ ഇനി കുറച്ചും കൂടി പോകാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ 2.25 മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇവിടെ നാരങ്ങത്തോട് വാട്ടർഫാളിന്റെ അവിടെ എത്താനായിട്ട് കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയിട്ട് പോലെ നടക്കുകയും ഇനി അങ്ങോട്ട് കുറച്ച് നടന്നുകൊണ്ട് പോകണം. നമ്മൾ വണ്ടി ഇവിടെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് കാണുന്നുണ്ട്. നല്ല ഫൈൻ കിട്ടും. പാർക്കിംഗ് സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ ഇടണാവും നന്നാവുക. നടന്നിടന്ന് നമ്മൾ നാരങ്ങത്തോട് വാട്ടർഫാൾ എത്തി. ഞാനൊക്കെ വിചാരിച്ചതിന്റെ അങ്ങേയറ്റാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആ ആളെ കാണുന്ന ഭാഗത്താണ് നമുക്ക് നല്ല രീതി തന്നെ കുളിച്ചാൻ പറ്റിയ അവിടെ നിന്നുണ്ട് 1-2 ആളല്ല കുറെ ഉണ്ട്. നോക്കിയാൽ എനിക്കാണെന്നുണ്ട് ഇറങ്ങാൻ കൂടി വരാണ്. നല്ല രീതിക്ക് തന്നെ ഇറങ്ങാൻ പറ്റിയെടുത്താണ് ഈ പോണ്. വള്ളം കണ്ട് തെളിഞ്ഞൊക്കെ നോക്കിയാൽ ഇവിടെ ഇറങ്ങണീനെക്കാട്ടി ഒന്നും കൂടി മുമ്പ് നേരെ അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നേരെ അപ്പുറത്തെ സൈഡ് കണ്ടേ പോണ്. ഞാൻ ഈ നാരങ്ങത്തോട് വാട്ടർഫാളിന്റെ ഫുൾ വ്യൂ കണ്ട് കാണിച്ചു തരാം. പോണ ബൈക്കിൽ മലവെള്ളം വരുന്ന ഒരു തോടൊക്കെങ്ങൾ നമ്മൾ ഈ തോട് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. വലിയ ആയില്ലേച്ച് സിമ്പിൾ ആക്കരുത്. കല്ലൊക്കെ നോക്കി ചൊട്ടിട്ട് ചെയ്യാന്നുണ്ട് നിലത്തുണ്ടാവും. ഫ്രഷ് വെള്ളത്തിൽ ചൊട്ടിയപ്പോൾ ഫീൽ ഉണ്ടല്ല അത് വേറെ തന്നെയാണ്. തോടാണ് മറികടന്നതിന്റെ ശേഷം ഒരു പാറക്കൂട്ടം കൂടി അതും കൂടി മറികടക്കാനും വേണ്ടി അയിമ കേറുന്ന പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ. പാറക്കൂട്ടാണ്ട് കയറി കഴിഞ്ഞപ്പോൾ മുമ്പിൽ വലിയൊരു പാറ. നമ്മൾ ഈ പാറയാണ് ഈ കയറാൻ പോകും. ഈ പാറന്റെ മുകളിലെത്തിന്റെ അടിക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ പാറമേൽ ഗ്രിപ്പുള്ളതുകൊണ്ട് നല്ല ധൈര്യത്തിലുണ്ട് കയറാം. എവിടെ ചവിട്ടിയാലും ഗ്രിപ്പ് കിട്ടും നമുക്ക്. പോരാത്തിന്റെ ഇതിന്റെ നടുവിൽ ഒരു മരം കൂടി ഉണ്ട്. അതിന്റെ വേരുമ്പോ കൊത്തിപ്പിടിച്ച് മുകൾക്ക് കയറാൻ നമുക്ക്. നമ്മൾ എന്തായാലും കയറി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടിക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ പാറ. ഞാനിപ്പോ കൊത്തിപ്പിടിച്ച് കയറിയ പാറ. ഇതിന്റെ മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിന്റെ അപ്പുറത്ത് കുറച്ച് കരിങ്കൽ കൂട്ടം കണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി തന്നെ. ഒന്ന് നോക്കാൻ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു അവിടെ പോകാനും വേണ്ടി നമ്മൾ ഈ പാറ ഇറങ്ങണ്ട. അവിടെ ചോട്ടുമ്പോ ഗ്രിപ്പ് ഇട്ടുണ്ടെങ്കിൽ എപ്പൊ കൊട്ടിപ്പിടിഞ്ഞ് വീണെന്ന് വെച്ചാൽ മതി. അങ്ങനെ പാറ ഇറങ്ങിയതിന് നേരെ പോണ് തോടിന്റെ മുമ്പ് കണ്ട. തോടും കഴിഞ്ഞ് കുറച്ചാണ്ട് നടന്നപ്പോ നമ്മൾ ഇവിടെ ഫസ്റ്റ് വന്ന സ്ഥലത്തെത്തി. ഞാൻ നേരത്തെ ആ പാറന്റെ മുകളിൽ നിന്ന് കാണിച്ചെന്ന ആ പാറക്കല്ലിന്റെ കൂട്ടങ്ങൾ അതാണ് ആ കാണുന്ന കല്ലുകൂട്ടം. ആ കല്ലുകൂട്ടത്തിന്റെ അവിടെ പോകാനും വേണ്ടി മുമ്പിലുള്ള തോടും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഓരോ കാൽവെപ്പും സൂക്ഷിച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ നിലത്തുണ്ടാവും. ഈ കല്ലുമിലെ കണ്ട് ചോട്ടിക്കാണ്ടനെ നടക്കാൻ വേറെ രസം തന്നെ ഉണ്ട്. നടന്ന് ഇവിടെ എത്തിയിട്ട് നമ്മള് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡ് പോയി ഇറങ്ങണട്ടോ. നമ്മൾ നടന്ന് ഇപ്പുറത്തെ സൈഡിൽ തന്നെ എത്തി. ഇവിടുന്ന് സൈഡ് നോക്കിയപ്പോഴുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർഫാൾ ഇവിടെ. വെള്ളച്ചാട്ടം ആസ്വദിച്ചതിന്റെ ശേഷം നേരാണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ നല്ല അടിച്ചു പൊളിച്ചതിന്റെ ശേഷം നേരാണ്ട് തിരിച്ചു വിടുന്നത്. രാവിലെ ചായ അടിച്ചാൽ പോണ ബൈക്കിൽ ഹോട്ടലിലാണ്ട് കയറി നമ്മൾ. ഈ പള്ളക്കൊരു ഇമ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നണം. പൂളും ബീഫും ചായയും കുടിച്ചാണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടെയാണ് തുഷാരഗിരി വാട്ടർഫാൾ. നേരെ അങ്ങോട്ടാണ് ഈ പോകുന്നത്. ഇവിടെ കണ്ടിന്റെ ശേഷം നമുക്ക് ഇനി വയനാട് പോകാം. ഈ കാണാനാണ് തുഷാരഗിരി ബ്രിഡ്ജ്. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. ഇതിന്റെ ഒരു സൈഡത്തെ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ നേരെ അപ്പുറത്തെ സൈഡത്തെ വ്യൂ കാണിച്ചു തരാൻ. ഈ സൈഡത്തെ വ്യൂ നോക്കിയാൽ ഈ ബ്രിഡ്ജിൽ തന്നെ നിൽക്കുമ്പോൾ വേറെ ഒരു വൈബ് തന്നെയാണ്. നമുക്ക് എന്തായാലും തുഷാരഗിരി വാട്ടർഫാളിന്റെ അങ്ങോട്ടാണ് പോയേക്കാം. അങ്ങനെ ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് നടന്ന് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ബോർഡാണ് നമ്മൾ ശ്രദ്ധപ്പെട്ടത്. കേരളത്തിലെ വനം വന്യജീവി വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പാണിത്. ഈ ഒരു ഇക്കോ ടൂറിസത്തിൽ നിന്ന് സംഭവിക്കുന്ന അപകടങ്ങൾക്ക് സ്വന്തം ഉത്തരവാദിത്തം പറയണ്ടേ. നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോകാൻ. ടിക്കറ്റിന് ആളുമില്ല 40 രൂപയാണ് മേങ്ങണേ. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോണ്ട് പാറമെന്ന് വെള്ളം വരുന്നത്. നമുക്ക് ഒന്നുകൂടി ഉള്ളിൽ പോയേക്കാം. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് തോന്നുന്നു. നടന്ന് ഉള്ളിലെത്തിയപ്പോഴത്തേക്കാണ് വലിയൊരു വാട്ടർഫാൾ. ആ വാട്ടർഫാളിന്റെ അടുത്ത് തന്നെ പുടുത്തം വിട്ട ആൾക്കാരാണ്. നമ്മൾ അവിടുന്ന് ഇരിച്ച് നേരെ പോകട്ടെ. മലന്റെ മുകളിൽ 500 മീറ്ററോളം നടക്കാണ്ടെന്നാ പറഞ്ഞത്. ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് എന്താ ഉള്ളത് നമുക്ക് അറിയാം. എന്തായാലും പോയേക്കാം നമുക്ക്. അപ്പൊ കാണാലോ നമ്മൾ മലമ കയറിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. നീ നിന്റെ ഉൾക്കാരോ തീർന്നോ? ഓ ഇന്റെ മോനെ അതിൻ്റെ ഏറ്റവും ടോപ്പ് എത്തണം. തീർന്നാണ് ഇവിടെ ഇരിക്കാം. തീർന്നേ നമുക്ക് പോവാ. വരുന്നതിനും പോണതിലൊക്കെ പറയണ്ടേ അവിടെ കാര്യമായിട്ട് ഒത്തുകയാന്ന്. എന്നാലും പോയേക്കാം. ഒന്നും സൗണ്ട് കേൾക്കണ്ടേ. ഞാൻ വെള്ളച്ചാട്ടമുള്ളേ. ഇപ്പോൾ അവിടേക്ക് തന്നെ എത്താന്ന് അറിയുമ്പോൾ അവിടേക്ക് തന്നെ എത്താൻ അറിയട്ടെ. നമുക്ക് പറയാനുണ്ടേ എത്താതെ ഈ ചെല്ലുണ്ട്. ചെറിയ രീതിയിൽ തണുപ്പ് കിട്ടണ്ടേ. വേറെ കാര്യമായിട്ട് ഇപ്പത്താ നമ്മൾ എന്തായാലും ടോപ്പിലെത്തിൻ്റെ കാണാം. നടന്ന് ഇവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മോൾക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞത്. മോളിൽ ആനന്റെ ശല്യമുള്ളതുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന് കേട്ടത്. ഇവിടെ ഒരു സൈഡിൽ നോക്കിയപ്പോ കമ്പിയേറ്റ് ചെയ്ത വേലിട്ടി അതിന്റെ തലക്ക് കണ്ട് പോയാൽ കമ്മക്ക് ഇവിടുന്ന് വെള്ളം ചാടി നേരെ അടിക്കണി പോകണം. കമ്പി വേലിന്റെ ലാസ്റ്റിക്കുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോണ വെള്ളമാണ് അടിയത്ത വെള്ളച്ചാട്ടം. എന്റെ തോന്നലാണ് ട്ടോ. ഇത്രയും നേരം നടന്ന ക്ഷീണം മാറ്റാനും വേണ്ടി കുറച്ചേരം ഒന്ന് സൈഡാവാൻ നമുക്ക് പോയൊക്കെ കണ്ട് മാറിയതിന്റെ ശേഷം തിരിഞ്ഞൊരു നടത്താണ്ട് നടന്നു. നമ്മൾ ഇവിടെ ഇപ്പൊ കണ്ട പോലെ തന്നെ അവിടെ എന്തോ കാണാണ്ടല്ല. കുറച്ചാണ്ട് നടന്നപ്പോ തന്നെ സൈഡിൽ ഇതൊരു തോട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഫുൾ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഇനി ഇവിടുന്നാണ്ട് പോവാം. ഒന്നും നോക്കാം. അടിയിലെത്തിന്റെ ശേഷം നേരാണ്ട് വയനാട് പിടിച്ചണം. നമുക്ക് അവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ
കാര്യങ്ങൾ നോക്കാനാ തോന്നുന്നത്. ഇപ്പൊ മോൾക്ക് ആള് കേറണ്ടാ നോക്കാനാന്നും അറിയട്ടെ. നമ്മൾ ഇവിടുന്ന് തന്നെ കണ്ണും മോറെ കണ്ട് ഉസാറാക്കി നേരാണ്ട് അടിക്ക് പോവാണ്. ഇറങ്ങുമ്പോഴാണ് നിന്റെ നോക്കിയും കൊണ്ട് ഇറങ്ങിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആണ്ട് പോടിക്ക്. നമുക്ക് ഇനി അടിയിലെത്തിന്റെ ശേഷം കാണാം. നമ്മൾ അങ്ങനെ അടിയിലെത്തിയിട്ട് തുഷാരഗിരി വാട്ടർഫാളിനോട് ബൈ പറഞ്ഞ് നമ്മൾ നേരാണ്ട് പിടിച്ചാണ് വയനാട് പോണ ബൈക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് നമ്മൾ. ഇവിടുത്തെ വ്യൂ നോക്കിയാൽ നമുക്ക് നേരെ പോയി താമരശ്ശേരി ചുരണ്ട് കയറണം. നമ്മൾ വന്ന് താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങിയിട്ട് ചുരം കയറി പകുതി അയക്കണെന്നാ തോന്നുന്നുണ്ട്. നമുക്ക് മോൾക്കണ്ട് പോയേക്കാം. പോണ ബൈക്കിൽ ഏതെങ്കിലും നല്ല വ്യൂ പോയിന്റ് ഉണ്ടാന്ന് അറിയില്ല. നല്ല വ്യൂ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിർത്താൻ നമുക്ക്. പോണ ബൈക്കിൽ പുടുത്തം വിട്ട മൈൻകൂടി പെയിന്റ് ഇട്ടാ നമുക്ക് എന്തായാലും മോൾക്കണ്ട് പോയേക്കാം. നമ്മൾ വന്ന് താമരശ്ശേരി ചുരത്തുമുള്ള ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടാ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചുതരാം. അടിപൊളിയാണ്. മൈൻകൂടി പെയ്തുകൊണ്ട് ഇവിടുത്തെ വ്യൂ നോക്കിയാൽ ഇവിടെയാണ് നിന്റെ പുടുത്തം വിട്ട ആൾക്കാരാണ് ട്ടാ. ഇതിന്റെ നേരെ ബാക്ക് സൈഡത്തെ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് ഇതാ മർക്കസ് നോളജ് സിറ്റി വരെ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ചേലിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കാണുന്നുണ്ട്. ആരെങ്കിലും നിർത്താക്കും ഇവിടെ. നമ്മൾ കുറച്ചും കൂടി എന്റെ ബാക്ക് കടന്ന് കാണുന്നുണ്ട്. അവിടുന്ന് നല്ല വ്യൂ കിട്ടും. നല്ല കോടമഞ്ഞ് വരുന്നുണ്ട് ട്ടാ. പോണ ബൈക്കിൽ 2 ചൊക്കലിംഗങ്ങൾ നിൽക്കണം. എത്തപ്പം കാട്ടനെ വിചാരിച്ച് നോക്കാണ് തോന്നുന്നത്. കൊരങ്ങന്റെ 2 കുട്ടികളെ നോക്കിയാളെ എജ്ജായി കളി അറിയും. അങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ട് നമ്മള് ആദ്യം തന്നെ ഇതിന്റെ ബാക്ക് സൈഡത്തെ വ്യൂ നോക്കിയാളെ എജ്ജായി ഞാക്കറ കാണാൻ. ഈ നേരെ ഇതിന്റെ മുമ്പത്തെ വ്യൂ നോക്കിയാളെ നല്ല അടിപൊളി കോടമഞ്ഞ് വരുന്നുണ്ട്. കോട അടിച്ചു കയറി വരും നോക്കിയാളെ. കുറച്ചേരം നിന്നപ്പോ തന്നെ ഇവിടുത്തെ അവസ്ഥ ഇട്ടപ്പോൾ ഈ കാണുന്നത് ഏതാ ഞാക്കറ കാണാൻ. ഫുള്ളും കെട്ട് കോടമഞ്ഞുകൊണ്ടാണ് മൂടിക്കണം. ഇത് കണ്ടപ്പോ തന്നെ നമ്മൾ നല്ല ഹാപ്പി ആയിക്കണ്ട. നേരെ ബാക്കത്തെ വ്യൂ നോക്കിയാളെ നല്ല രീതിക്ക് തണുപ്പും കൂടി അടിച്ചു കയറിട്ടാ. കുറച്ചേരം നിന്നപ്പോ മുമ്പിൽ ഫുള്ള് കോടമഞ്ഞുകൊണ്ടാണ് മൂടിക്കണം. മുമ്പിൽ ഒരു ചെറിയ റോഡ് നമുക്ക് കാണാൻ പറ്റും. അതും ഇപ്പൊ കാണാൻ പറ്റണില്ല. റോട്ടുമിലൊക്കെ നോക്കിയാൽ ഫുള്ള് കോട കൊണ്ടാണ് മൂടിക്കുന്നത്. കുറച്ചേരം ആയപ്പോത്തിന് ഇവിടെ ഫുൾ ആൾക്കാരായിട്ടാ. ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോത്തിന് കോടമഞ്ഞ് പോയിട്ടാ. പക്ഷെ ആ ഒരു ടൈം ഉണ്ടല്ലോ വേറെ ഒരു ഫീൽ തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിരിക്കണം. നമുക്ക് ഇവിടുന്ന് തിരിച്ച് നേരെ ചുരം കയറി തീർക്കണം. മുകളിലെത്തിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ പള്ളിക്കാക്കാൻ പൈച്ചുണ്ട്. അങ്ങനെ നമ്മൾ സമാധാനത്തോടെ ചോറാണ്ട് തിന്നൽ തുടങ്ങിയാണ്. ഈ ചോറാണ്ട് തിന്നാണ്ട് പള്ളർച്ചാട്ട എന്നിട്ട് കാണാൻ നമുക്ക് ഫുഡ് കഴിച്ചപ്പോത്തിന് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ടൈം ചെയ്യാം. ഇനിയുള്ള സ്ഥലം ഒന്നും കൂടി കനുള്ള സ്ഥലം പിടിച്ചണം എന്നുള്ളതിൽ നമ്മളിത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് പോകുന്നത്. നമുക്ക് 54 കിലോമീറ്റർ യാത്ര ചെയ്യണം മുത്തങ്ങ ഫോറസ്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ. അവിടെ തീ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗം കാണുമെന്ന് വിചാരിച്ചു. ഒന്നാമത് ഈ വെളിച്ചുള്ള ടൈം ആയതുകൊണ്ട് ഓവർ മൃഗത്തിനെ കാണാൻ ചാൻസും കുറവാണ്. നമുക്ക് എന്തായാലും പോയേക്കാം. അവിടെ തീന്റെ ശേഷം കാണാൻ നമുക്ക്. അങ്ങനെ നമ്മൾ വന്ന് മുത്തങ്ങ ഫോറസ്റ്റ് എത്തി കുറച്ച് ഉള്ളിൽ വന്നപ്പോ തന്നെ ഒരു ചെറിയ മാൻകൂട്ടം. അവിടുന്ന് തിരിച്ച് നേരെ മുമ്പ് തന്നെ ടൈ പോണ ബൈക്കിൽ വലിയൊരു മാൻകൂട്ടം നോക്കിയാളെ. നമുക്ക് ഇങ്ങോട്ട് മുമ്പ് പോയേക്കാം. ഫോറസ്റ്റ് റോഡ് കൂടെ വണ്ടി പോകാൻ വേറെ രസം തന്നെ ഉണ്ടാവും. നമ്മൾ ഈ ഫോറസ്റ്റ് റോഡ് നേരാണ്ട് പിടിച്ച് കർണാടക ബോർഡറും കഴിഞ്ഞാണ്ട് കുറച്ചുകൂടിയാണ്ട് പോയി. കുറച്ചാണ്ട് പോയപ്പോ തന്നെ നമ്മൾ നേരെ റിട്ടേൺ തിരിച്ചിട്ടാ. ഈ മുത്തങ്ങ ഫോറസ്റ്റ് കയറിയപ്പോ നമുക്കിപ്പോ കാര്യമായിട്ട് കാണാൻ പറ്റിയത് മാൻ തന്നെ ഉണ്ടാവും. വേറെ ഒരു മൃഗത്തിന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ മുത്തങ്ങ ഫോറസ്റ്റിൽ കടുവ ആനൊക്കെ ഉണ്ടാവില്ല. അവിടെ ബോർഡൊക്കെ കണ്ടിന്യൂ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്നാണ്ട് തിരിച്ചാ. അടുത്ത വീഡിയോ കാണാൻ നമുക്ക് കമന്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടാ. കൂടെ ബെൽബട്ടനും കൂടിയാണ്ട് നെക്കിക്കളേണ്ടി.